Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13-നാണ് നടക്കാൻ പോകുന്നത്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 50 ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ 10 വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമാണ്. കാണാത്തവർ നിങ്ങൾ കാണാം, വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് ഈ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഡയറക്റ്റ് ചോദ്യമാണോ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത, ഏത് തരത്തിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC KFC അസിസ്റ്റന്റിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. MCQ പ്രാക്ടീസ്, അതുപോലെ തന്നെ PDF നോട്ട്സ്, ഇതൊക്കെ അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി 81ാമത്തെ ചോദ്യത്തിലോട്ടാണ് കിടക്കേണ്ടത്. 50 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 51 ഇതാണ്. The legal document that outlines company's financial securities for sale known as. അപ്പോൾ ഏത് ലീഗൽ ഡോക്യുമെൻ്റ് ആണ് that outlines company's financial securities for sale? കമ്പനിയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാനുണ്ട്, വിൽക്കാനുണ്ട് എന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെൻ്റ്, ലീഗൽ ഡോക്യുമെൻ്റ് ഏതാണ് താഴെ പറയുന്നതിൽ? സോ നമ്പർ 1 ടേബിൾ എ, ദെൻ പ്രോസ്പെക്ടസ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇതിലേതാ വരുന്നത്? പ്രോസ്പെക്ടസ് ആണ് വരുന്നത്. അതിലാണ് കമ്പനിയുടെ എൻറ്റയർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത് സെക്യൂരിറ്റീസ് ഇങ്ങനെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ടേബിൾ എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഒരു മോഡലാണ് ടേബിൾ എ എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഡീറ്റെയിൽസ് ലോയാണ് ആക്ച്വലി, അല്ലാണ്ട് സെക്യൂരിറ്റീസ് വിൽക്കുന്ന പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ല ടേബിൾ എയിൽ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെങ്കിലും ഇന്റേണൽ റൂൾസ് ആണ് പറയുന്നത് മെയിനായിട്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ കമ്പനിയുടെ, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആൻസർ ബി ആണ് കേട്ടോ, പ്രോസ്പെക്ടസ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 52. എ പേഴ്സൺ ബിക്കംസ് എ മെമ്പർ വെൻ ഹി ഓർ ഷീ. എപ്പോഴാണ് ഒരു പേഴ്സൺ ഒരു കമ്പനിയുടെ മെമ്പർ ആവുന്നത്? നമ്പർ 1 ദി സബ്സ്ക്രൈബർ ഓഫ് മെമ്മോറാണ്ടം ഓഫ് ദ കമ്പനി. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബർ ആകുമ്പോൾ ആ വ്യക്തി മെമ്പർ ആകുമോ? നമ്പർ 2 എഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം ദി മെമ്പർ. എഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം ദി മെമ്പർ. 2 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. അപ്പോൾ എപ്പോഴാണൊരു പേഴ്സൺ മെമ്പർ ആകുന്നത്? ആദ്യം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ മെമ്പറായി, അവ മെമ്പർ ആവാൻ സാധിക്കും. സോ ഓപ്ഷൻ എ കറക്റ്റാണ്. എഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം ദ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ എടുക്കുക. ഷെയർ എടുക്കുമ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുകയാണ്, അപ്പോൾ മെമ്പർ ആവും എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കറക്റ്റാണ്. ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ സി ആണ് ശരി കേട്ടോ. Moving to question number 53. Which type of company can commence its business from its date of incorporation as per Companies Act 1956? ഏത് തരത്തിലുള്ള കമ്പനിക്കാണ് ഇൻകോർപ്പറേഷൻ്റെ അന്ന് മുതൽ തന്നെ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പബ്ലിക് കമ്പനി ഉണ്ട്. നമ്പർ 1 പ്രൈവറ്റ് കമ്പനി, നോ കമ്പനി അൺലെസ് ദേ സബ്മിറ്റ് എ ഡിക്ലറേഷൻ, 180 days ഫ്രം ഇൻകോർപ്പറേഷൻ, പിന്നെ ലിമിറ്റഡ് കമ്പനി. ഇങ്ങനെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സോ ഇതിലേതാണ് ആൻസർ വരുന്നത്? പ്രൈവറ്റ് കമ്പനിക്കാണ് പോസിബിൾ ആവുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രൈവറ്റ് കമ്പനിക്ക്. കാരണം പബ്ലിക് കമ്പനിയുടെ കേസിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി ഇങ്ങനെയുള്ള കേസിലൊക്കെ ഇവർക്ക് ഇൻകോർപ്പറേഷന് ശേഷം കുറേ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് ഇൻകോർപ്പറേഷൻ്റെ അന്ന് മുതൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 54. എ കമ്പനി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ പാസിംഗ്. കമ്പനിക്ക് അതിന്റെ പേര് മാറ്റാൻ സാധിക്കുന്നത് എങ്ങനെ? നമ്പർ 1, ഓർഡിനറി റെസൊല്യൂഷൻ വിത്ത് ദി അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ വിത്ത് ദി അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ വിത്ത് ദി അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. അല്ലെ, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 55. ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് among the following document explains the fundamental conditions upon which alone company is allowed to be incorporated? കമ്പനിയുടെ ഇൻകോർപ്പറേഷനെ പറ്റിയിട്ട്, കമ്പനിയുടെ സ്കോപ്പ്, ഫീച്ചേഴ്സ്, ഇതിനെ പറ്റിയിട്ടുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ഡോക്യുമെന്റിലാണ്? നമ്പർ 1, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നമ്പർ 2, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ടേബിൾ എ, പ്രോസ്പെക്ടസ്. ഏതിലാണ് വരുന്നത് എൻറ്റയർ ഡീറ്റെയിൽസ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെ, ലീഗൽ ഡോക്യുമെന്റ് ആണ്. പ്രൈമറി നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് ഇൻകോർപ്പറേഷനെ പറ്റിയുള്ള എൻറ്റയർ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്ന മെമ്മോറാണ്ടത്തിലാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. സോ നമ്മൾ ഇന്ന് അഗെയിൻ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്പനി ലോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.